ഹലോ. അപ്പോൾ ഇതെന്തിട്ട് പോവാന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കണ്ടിട്ടുള്ളവരും ഉണ്ടാവും കേട്ടോ, കണ്ടിട്ടില്ലാത്തവരും ഉണ്ട്. അപ്പം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനൊരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുന്നത്. ഇതെൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു പൂവാണ്. എന്തിൻ്റെ പൂവാണെന്ന് വെച്ചാൽ അലോവേരയുടെ പൂവാണ്. കറ്റാർ വാഴയിൽ നിന്ന് ഉണ്ടായ പൂവാണ്. ഈ കറ്റാർ വാഴ എൻ്റെ വീട്ടിൽ അത്യാവശ്യം എന്താ പറയുക ഒരു 5-6 വർഷമായിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇതിന് പൂവിട്ടത്. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത്ഭുതമായി. ഇപ്പം ഞാനെന്താ വിചാരിച്ചതെന്നാണ് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ അലോവേര പൂ എന്താ പറയുക ആ ഇല വരുന്ന നിർത്തി എന്നിട്ട് അവസാനമായിട്ട് അത് പൂവിട്ടു. കലാശക്കൊട്ടാണെന്ന് വിചാരിച്ചു, പക്ഷെ അല്ല. ഈ പൂവ് അങ്ങനെയല്ല, ഉണ്ടാവുന്നുണ്ട്, മിക്കയിടത്തും ഉണ്ടാവും. പക്ഷെ നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടും നമ്മളിതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലാത്തത് കൊണ്ടും നമ്മളിതുവരെ കണ്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെയാട്ടോ അറിയണേ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുള്ള പൂവാട്ടോ, ഒരു നല്ല രസമുണ്ട് കാണാൻ. വലിയൊരു കറ്റാർ വാഴയാണ്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള കറ്റാർ വാഴസ് ഇങ്ങനെയാണ് എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം ചെറുതാണ് കേട്ടോ. വെച്ചാൽ അതിൽ നിന്ന് തന്നെ കുറച്ച് എടുത്തിട്ട് ബഡ് പോലെ ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ് ബാക്കിയുള്ള കറ്റാർ വാഴ. അതിനൊന്നും ഇതുവരെ പൂവുണ്ടായിട്ടില്ല, പക്ഷെ ഇതിനാണ് പൂവുണ്ടായത്. അപ്പോൾ പലതരം പൂവുകളുണ്ട്. പിന്നെ അലോവേര എന്ന് പറയുന്നതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മുടിക്കാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ഉള്ളിലോട്ടാണെങ്കിലും ഒക്കെ വളരെ ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ ഗുണമുള്ളത് തന്നെയാണ് ഈ പൂവും എന്നാണ് പറയുന്നത്. ഈ പൂവും എന്താ പറയുക ഉള്ളിലോട്ട് കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഡൈജഷൻ ഇഷ്യൂ അങ്ങനെ സ്കിന്ന് സ്റ്റൊമക്ക് എല്ലാത്തിനും വളരെ നല്ലതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ തുമ്പത്തുനിന്നല്ല ഉണ്ടായത്, അതിൻ്റെ ഇലകളുടെ ഇടയിൽ നിന്നാണ് ഈ പൂവ് ഉണ്ടായത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്, എങ്ങനെയാണ് ഈ പൂവ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മളിതൊരു കട്ടൊന്നും ചെയ്ത് ഒന്നും നോക്കിയിട്ടില്ല, കാരണം ആദ്യമായിട്ടുണ്ടായതാണല്ലോ. അങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചു. ഇത് മൊത്തം വിടർന്നിട്ടില്ല, മൊത്തം വിടരും. പിന്നെ പൂക്കൾ തന്നെ പലതരം ടൈപ്പ് ഉണ്ട് കേട്ടോ. റെഡ് ഉണ്ട്, മഞ്ഞയുണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു ഓറഞ്ച് കളർ പോലെ ഉണ്ട് ഒക്കെ ഉണ്ട്. ഇത് വിടരുന്നാണ് പറയണേ. ഇങ്ങനെ തുമ്പത്തുനിന്ന് ഈ സാധനം തന്നെ ഇങ്ങനെ വിടരും. പിന്നെ മൊത്തത്തിൽ ആ സാധനം ഇങ്ങനെ വിടർന്നും വരും എന്നാണ് പറയണേ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തേനുണ്ടാവും, ആ തേനും നല്ലതാണ്, ഉള്ളിലോട്ട് കഴിക്കണതൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയണത്. മൊത്തത്തിൽ വിടരും. അപ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ പലതരത്തിലും ഉണ്ട്, അതൊക്കെ ഞാൻ ചെയ്യുക. ഇതിൽ ഗുണങ്ങളും ഉണ്ട്. ഇതിനിപ്പോൾ ഗുണങ്ങളാണ് കൂടുതലും, കാരണം അലോവേര ആണല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരു എന്താ പറയുക അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ എന്താ പറയുക അലോവേരയിൽ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം ഇത് ഇത്രയും വർഷമായിട്ട് നമ്മുടെ വീട്ടിലുണ്ടായിട്ട്. കണ്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.